ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. വിമുക്ത ഭടന്മാരും ആശ്രിതരും അറിഞ്ഞിരിക്കേണ്ട 28 മാർച്ച് 2024 പ്രധാന വിവരങ്ങൾ എന്തൊക്കെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏപ്രിൽ മാസം മുതൽ ECHS എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്കായി പോകുന്ന വിമുക്ത ഭടന്മാരും ആശ്രിതരും കൈവശം കരുതേണ്ട ഡോക്യുമെന്റ്സ് എന്തെല്ലാം? സ്പർശിൽ മൈഗ്രേറ്റ് ആയ വിമുക്ത ഭടന്മാരിൽ സ്പൗസിന്റെ പേരിൽ വ്യത്യാസമുള്ളവർ ഉറപ്പായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? വിമുക്ത ഭടന്മാരുടെ വീട്ടുകരം ഒഴിവാക്കാനുള്ള അപേക്ഷകൾ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഓൺലൈനായിട്ടാണ് സ്വീകരിക്കുന്നത്. ഇതിൽ വരുന്ന ബുദ്ധിമുട്ടുകളും പോംവഴികളും. മാർച്ച് മാസത്തെ പെൻഷൻ ഏപ്രിൽ 1 സ്പർശിൽ മൈഗ്രേറ്റ് ആയവർക്ക് ലഭിക്കുക. പേഴ്സണൽ ലോൺ, വെഹിക്കിൾ ലോൺ, ഹൗസിംഗ് ലോൺ തുടങ്ങിയവയ്ക്ക് പെൻഷൻ അക്കൗണ്ടിൽ നിന്നും ഓട്ടോ ഡെബിറ്റ് ആകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഏപ്രിൽ മാസം മുതൽ ECHS എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ ആധാർ ഓതന്റിക്കേഷൻ ആരംഭിക്കാനുള്ള സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ ECHS എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്കായി പോകുന്നവർ ഈ ഡോക്യുമെന്റ്സ് ഉറപ്പായും കയ്യിൽ കരുതേണ്ടതാണ്. ഇത് സംബന്ധിച്ച് ലെറ്റർ പറയുന്നതനുസരിച്ച് ആധാർ വഴി ഓതന്റിക്കേഷൻ നടത്താൻ സാധിക്കാതെ വന്നാൽ ഫിസിക്കലായി വേരിഫിക്കേഷൻ നടത്തുമെന്നാണ്. അതിനായി തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കും. ഈ 2 രീതിയിലും വേരിഫിക്കേഷൻ നടത്താൻ സാധിക്കാതെ വന്നാൽ മാത്രമേ ചികിത്സയ്ക്ക് തടസ്സം നേരിടാൻ സാധ്യതയുള്ളൂ. ആയതിനാൽ ECHS എംപാനൽഡ് ഹോസ്പിറ്റലുകളിൽ പോകുന്നവർ റെഫറൽ ലെറ്ററിനോടൊപ്പം നമ്മുടെ ആധാർ കാർഡും ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പരും കയ്യിൽ കരുതേണ്ടതാണ്. ECHS കാർഡിലെ പേരും ആധാർ കാർഡിലെ പേരും തമ്മിൽ വ്യത്യാസമുള്ളവർ ആധാർ കാർഡിനോടൊപ്പം PPOയുടെ കോപ്പിയോ ഡിസ്ചാർജ് ബുക്കോ കയ്യിൽ കരുതേണ്ടതാണ്. സ്പർശിൽ മൈഗ്രേറ്റ് ആയ വിമുക്ത ഭടന്മാരിൽ സ്പൗസിന്റെ പേരിൽ വ്യത്യാസമുള്ളവർ ശ്രദ്ധിക്കുക. PCDAയുടെ ലെറ്റർ അനുസരിച്ച് പേരിലുള്ള ചെറിയ മിസ്റ്റേക്കുകൾ പ്രശ്നമല്ല എന്നായിരുന്നു. അതോടൊപ്പം പേരിൽ വ്യത്യാസമുള്ളവരുടെ ആധാർ നമ്പർ സ്പർശ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 2-3 മാസങ്ങളായി വിമുക്ത ഭടന്റെ മരണാനന്തരം സ്പർശിൽ ഡെത്ത് റിപ്പോർട്ടിങ്ങും ഫാമിലി പെൻഷനുമായി അപ്ലൈ ചെയ്യുമ്പോൾ ആധാർ നമ്പർ സ്പൗസിന്റെ സ്പർശിൽ ഉണ്ടായിട്ടും പേരിലെ വ്യത്യാസം മൂലം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചില റെക്കോർഡുകൾ ഡെത്ത് അക്സെപ്റ്റ് ചെയ്യുകയും ഫാമിലി പെൻഷൻ സാങ്ഷൻ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു. ഇവരുടെ റെക്കോർഡ് ഓഫീസുകളിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ പറയുന്നത് പേരിലെ വ്യത്യാസം തിരുത്താനാണ്. ഇതിനായി 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്നുകിൽ സർവീസ് ഡോക്യുമെന്റിലേതുപോലെ ആധാർ കാർഡിലെ പേര് തിരുത്തുക എന്നതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ആധാർ കാർഡിലെ പേര് പോലെ സർവീസ് ഡോക്യുമെന്റിലെ പേര് മാറ്റുക എന്നതാണ്. ആയതിനാൽ സ്പൗസിന്റെ പേരിൽ വ്യത്യാസമുള്ള വിമുക്ത ഭടന്മാർ ഭാവിയിൽ ഫാമിലി പെൻഷന് തടസ്സം നേരിടാതിരിക്കാൻ മുകളിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് സ്പൗസിന്റെ പേര് കറക്റ്റ് ചെയ്യേണ്ടതാണ്. വിമുക്ത ഭടന്മാരുടെയും ഫാമിലി പെൻഷനേഴ്സിൻ്റെയും സ്വന്തം പേരിലുള്ള വീടിൻ്റെ വീട്ടുകരം ഒഴിവാക്കാനുള്ള അപേക്ഷകൾ ഇതുവരെയുള്ള അറിയിപ്പനുസരിച്ച് 31 മാർച്ച് 2024 നൽകേണ്ടതാണ്. ഇത് സംബന്ധിച്ച അപേക്ഷകൾ പഞ്ചായത്തുകൾ മാനുവലായി സ്വീകരിക്കുന്നുണ്ടെങ്കിലും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷനുകളുടെയും അപേക്ഷകൾ K-SMART എന്ന കേരള സർക്കാരിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് നൽകേണ്ടത്. എന്നാൽ K-SMART വഴി ഓൺലൈൻ അപ്ലൈ ചെയ്യുന്നവരിൽ പലരുടെയും ആപ്ലിക്കേഷൻ റിന്യൂവൽ ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് കാരണം കഴിഞ്ഞ വർഷങ്ങളിലും അപേക്ഷകൾ K-SMARTൽ ഫീഡ് ചെയ്യാത്തത് കൊണ്ടാണ്. ഈ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും അപേക്ഷകൾ മാനുവലായി സ്വീകരിക്കണമെന്ന് ഗവൺമെൻറ് ഓർഡറും വന്നിട്ടുണ്ട്. ഓൺലൈനായി സബ്മിറ്റ് ചെയ്യാൻ സാധിക്കാത്തവർ നേരിട്ട് നൽകേണ്ടതാണ്. മാർച്ച് മാസത്തെ പെൻഷൻ ഏപ്രിൽ 1 സ്പർശിൽ മൈഗ്രേറ്റ് ആയ പെൻഷനേഴ്സിന് ലഭിക്കുക. പല പെൻഷനേഴ്സിനും ഹൗസിംഗ് ലോൺ, വെഹിക്കിൾ ലോൺ, പേഴ്സണൽ ലോൺ, എഡ്യൂക്കേഷണൽ ലോൺ തുടങ്ങിയ പല ലോണുകളുടെയും അടവുകൾ പെൻഷൻ അക്കൗണ്ടിൽ നിന്നും ഓട്ടോ ഡിഡക്റ്റ് ആകുകയാണല്ലോ. മാർച്ച് 31 ഏപ്രിൽ 1 ലോൺ എമൗണ്ട് തിരിച്ചടയ്ക്കേണ്ടവർക്ക് ആ സമയത്ത് അക്കൗണ്ടിൽ ആവശ്യമായ ബാലൻസ് ഇല്ലാത്തതിനാൽ പിന്നീട് പെനാൽറ്റി നൽകേണ്ടി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുതിയ ലോണുകൾക്ക് വേണ്ടി പരിശോധിക്കുന്ന സിബിൽ സ്കോറിൽ തിരിച്ചടവിൽ താമസം നേരിട്ടത് മൂലം കുറവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അങ്ങനെയുള്ളവർ ഈ പ്രശ്നം ഉണ്ടാകാതെ ഇരിക്കാൻ പെൻഷൻ അക്കൗണ്ടിൽ ലോൺ അടയ്ക്കേണ്ട ബാലൻസ് കരുതുവാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബും ചെയ്യുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.